ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ SSLCയുടെ മലയാളം സെക്കൻഡിൻ്റെ ആൻസർ പേപ്പറുമായിട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മലയാളം പേപ്പർ. കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് പേപ്പർ കോപ്പി എടുത്തതെന്ന്. നമ്മൾക്ക് റിസൾട്ട് വന്ന ശേഷം റീവാലുവേഷൻ ഒരു ടൈമുണ്ട്. ആ ടൈമിൽ പേപ്പർ കോപ്പി എടുക്കാൻ വേണ്ടി ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് സ്കൂളിൽ പറഞ്ഞാൽ മതി കോപ്പി എടുക്കണം. അപ്പോൾ സ്കൂളുകാർ പരീക്ഷാഭവനുമായിട്ട് ബന്ധപ്പെടും. നമ്മൾ എന്നിട്ട് ഒരു പേപ്പറിന് 200 rupees വെച്ച് കൊടുക്കണം. ഞാൻ എടുത്ത സമയത്ത് ഒരു പേപ്പറിന് 200 രൂപ വെച്ച് 9 പേപ്പർ എടുത്തു. ഈ ഇയറിനെയും പൈസ മാറുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ് പേപ്പർ കോപ്പി എടുക്കുന്നത്. അപ്പോൾ മലയാളത്തിന് എനിക്ക് 40 out of 40 മാർക്സ് ഉണ്ട്. മലയാളം എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് മാർക്ക് അനുസരിച്ച് എഴുതേണ്ടതെന്നൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കുക. പിന്നെ നമ്മൾ പരീക്ഷ സ്പീഡിൽ എഴുതാനുള്ള ഒരിതെന്ന് പറയുമ്പോൾ നല്ലപോലെ നമ്മൾ വീട്ടിലെഴുതി പ്രാക്ടീസ് ചെയ്യണം. കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് എഴുതി ടൈം ലിമിറ്റ് വെച്ച് എഴുതി പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ നമുക്ക് എക്സാമിനേക്ക് ഇത് കറക്റ്റ് ടൈമിൽ എഴുതി തീർക്കാൻ പറ്റുള്ളൂ. ഞാനും മലയാളത്തിന് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്നും എഴുതിയില്ല. അതിനുള്ള ടൈം കിട്ടിയില്ല. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതുന്ന ടൈമിൽ നമുക്ക് നമ്മൾ എഴുതിയിട്ടുള്ളതൊക്കെ ശരിയാണോ എന്ന് നോക്കാം. സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ തിരുത്താനുള്ള സമയമാണ്. അപ്പം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതി മലയാളത്തിന് ഞാൻ എഴുതിയിട്ടില്ല. എനിക്കതിന് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ മലയാളം സെക്കൻഡിൻ്റെ പേപ്പർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീഡിയോസ് റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ ഉറപ്പായിട്ടും ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.